ഹലോ ഗൈസ്, എൻ്റെ ഈ ലുക്ക് കണ്ട് ആരും പേടിക്കണ്ട. ഞാൻ കോവിലിൽ പോകാനായിട്ട് റെഡി ആവണം കേട്ടോ. ഭയങ്കര മഴ ആയിരുന്നില്ല, ചെറിയ മഴ ഉണ്ടായിരുന്നോളെ. ചെറിയ മഴയാണെങ്കിലും ഒരേ കണക്ക് അങ്ങനെ നിന്ന്. അപ്പോൾ ഞാൻ ഒരുങ്ങിയൊക്കെ ഇറങ്ങി. പക്ഷെ മഴയായതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. സന്ധ്യയ്ക്ക് മുമ്പേ പോയിട്ട് വരാമെന്നാണ് ഏട്ടാ വിചാരിച്ചത്. അങ്ങനെ ഞാൻ എനിക്ക് നല്ല സമയമെടുത്ത് അങ്ങനെ ഞാൻ ഇന്ന് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ കേട്ടോ, ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. ഹൈലൈറ്ററൊക്കെ കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ക്രീമായിട്ടുള്ളതാണ് കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ അതൊക്കെ തേച്ച് ഇതെൻ്റെ കണ്ണിൽ ഞാൻ കരിയൊക്കെ എഴുതിയിട്ടുണ്ട്. കണ്ണിനകത്തല്ലേ കുഴപ്പം, മീതെ കുഴപ്പമില്ലാത്തതുകൊണ്ട് എഴുതിയിട്ടുണ്ട്. എൻ്റെ കണ്ണിൽ കുരുവുണ്ട്, അത് ഞാൻ മരുന്ന് ഒഴിക്കുമ്പോൾ എനിക്ക് വരണതാണ് കേട്ടോ. അത് പിന്നെ 3-4 ദിവസം കഴിയുമ്പോൾ അങ്ങ് പൊയ്ക്കോളും. ഇന്ന് 2 ദിവസമായി. ഒരു ദിവസം റെസ്റ്റ് എടുത്ത് കേട്ടോ ഞാൻ വീഡിയോ ഇടാതിരിക്കും, അതുവേണ്ടിയാണേ. പിന്നെ ആയുഷിന് സമയം പോകത്തോണ്ട് ആയുഷ് അകത്ത് കൂടെ സൈക്കിൾ ചവിട്ടി കളിച്ചുകൊണ്ടിരുന്നു റെഡിയായിട്ട്. പിന്നെ ചേട്ടൻ ഇറങ്ങാൻ അധികം സമയം വേണ്ടല്ലോ. അങ്ങനെ മഴ തോന്നുമ്പോൾ ഞാൻ പിന്നെ ഫോണും എടുത്തുകൊണ്ട് ഞാൻ സ്ഥിരം പോയി നിന്ന് വീഡിയോ എടുക്കുമല്ലോ, ഇൻട്രോ ഒക്കെ എടുക്കണം, ആ സ്ഥലത്ത് പോയി നിന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങി കേട്ടോ. ഇപ്പോഴൊക്കെ മഴ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വീടിനകത്താണ് നിൽക്കണം, കതകിൻ്റെ അവിടെ ഇട്ടൊക്കെ. പിന്നെ മഴ തോന്നുന്നു, അപ്പം ഞാൻ വെളിയിൽ ചാടി ഇറങ്ങി. ആ നേരം കൊണ്ട് ചേട്ടൻ റെഡിയായി. ഞാൻ ഒരു 5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് പാവാടയൊക്കെ പിടിച്ച് കറക്കൊണ്ടുന്ന നേരം കൊണ്ട് ചേട്ടൻ താന്ന് പറഞ്ഞ് പറന്ന് വണ്ടിയിലെത്തി. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഇൻസ്റ്റയിലിടാനൊക്കെ ഇതുപോലെ കറങ്ങി ചാടിയൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷെ ഒന്നും നടന്നില്ല. ചേട്ടൻ ഷടയെന്നും പറഞ്ഞ് വന്നതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ഞാൻ ഇറങ്ങി കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരുങ്ങിയൊക്കെ ഇറങ്ങുമ്പോൾ എനിക്ക് സമയം കിട്ടുമ്പോഴേ ഞാൻ കൂടുതലും എൻ്റെ ഫോട്ടോയൊക്കെ കൂടുതലെടുക്കും കേട്ടോ. മോൻ വിളിച്ചാൽ വരെയൊന്നുമില്ല, അവനെ വിളിച്ചാൽ അവൻ നാക്കും മൂക്കുമൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും ഫോട്ടോ എടുക്കാൻ, നേരെ നിൽക്കേയില്ല. അപ്പം ഞാൻ പോയി എൻ്റെത് തന്നെ അങ്ങ് എടുക്കും. അങ്ങനെ ഞാൻ ഇന്ന് കുറച്ച് ഫോട്ടോ അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ചേട്ടൻ വന്നേ. അങ്ങനെ പിന്നെ നേരെ കോവിലിലോട്ടാണ് കേട്ടോ പോണത്. ഏത് കോവിലെന്ന് വെച്ചാൽ വട്ടിയൂർക്കാവ് അയ്യപ്പൻ കോവിലുണ്ട് കേട്ടോ, അവിടെയാണേ പോണത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ സീരിയലിൻ്റെ ഷൂട്ടിങ്ങൊക്കെ നടക്കും കേട്ടോ. ഏഷ്യാനെറ്റിലെ 1-2 സീരിയലിൻ്റെയൊക്കെ ഷൂട്ടിങ് ഇവിടെ നടക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മറ്റേ സീരിയൽ കാണുന്നവർക്കല്ലേ അറിയാം. മറ്റേ ആ സീരിയലിൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞൂട, ക്യാരക്ടർ പറഞ്ഞുതരാം, സച്ചി എന്നൊക്കെ പറയില്ല, അവന്മാരെയൊക്കെ നമ്മൾ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. അങ്ങനെ അവിടെ പിന്നെ പശുവൊക്കെ ഉണ്ട് കേട്ടോ, ഗോശാല എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. ഈ കോവിലാണെങ്കിൽ പശുവുണ്ട്. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ പശു എന്നുള്ളത്, ഫസ്റ്റ് ടൈമായിരുന്നു. ഫസ്റ്റ് ടൈമല്ല, ഞാൻ മുമ്പ് പോയപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാൻ വീഡിയോ ഇതിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ കണ്ണാടിയുണ്ട് കേട്ടോ, ആറ്റുകാൽ കണ്ണാടിയുണ്ട്, ഇവിടെയും കണ്ണാടിയുണ്ട്. കണ്ണാടിയുള്ള അടിപൊളിയല്ലേ, കണ്ണാടി നോക്കി നമുക്ക് ഇടാമല്ലോ. അങ്ങനെ ആയുസ് വാരിയൊക്കെ പൊത്തയാണ്, ചന്ദനാണെന്നൊന്നുമില്ല. ഞാനും സമാധാനത്തിലൊക്കെ ഓരോന്നായിട്ട് 4-5 ഇട്ടിട്ടുണ്ട് കേട്ടോ, വെള്ള, ചുവപ്പ്, മഞ്ഞ, ചന്ദനം. അപ്പോൾ 4 ആയില്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചന്ദനമൊക്കെ ഇടാൻ. ഞാൻ ജന്മന ക്രിസ്ത്യാനിയാണെങ്കിൽ കല്യാണം കഴിച്ച ഹിന്ദു ആയതാണ് കേട്ടോ. അറേഞ്ച് മാരേജാണ്, ലവ് മാരേജൊന്നും അല്ല കേട്ടോ. നമ്മളിങ്ങനെ കല്യാണം കഴിച്ചയക്കുമ്പോൾ അന്വേഷിക്കൂ എന്നുള്ള ഒരു ഇതേ നോക്കുള്ളൂ കേട്ടോ, പയ്യന് ജോലി ഉണ്ടോ എന്ന്. അങ്ങനെ കല്യാണം കഴിച്ചതാണ്. പിന്നെ ആ ഒരു കട കാണിച്ചില്ലേ, അത് ചേട്ടൻ്റെ ഫോണ് നന്നാക്കാൻ കൊടുത്തിരുന്നത് വാങ്ങിക്കാൻ കയറിയതാണ് കേട്ടോ. ചേട്ടൻ്റെ ഫോൺ ഇടയ്ക്ക് ഇല്ലാതായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഒരു തട്ടുകടയിൽ പോയി. വിശപ്പൊന്നും ഇല്ലായിരുന്നു, മഴ പെയ്ത് ഒരു തണുത്ത ഒരു ക്ലൈമറ്റ് പോലെയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കഴിക്കാനായിട്ട് തോന്നി. അങ്ങനെ തട്ടുകടയിൽ കയറി എന്തോന്ന് കുറച്ച് ദോശയൊക്കെ കഴിച്ച്, 2-3 ദോശ ഞാൻ കഴിച്ച്, ചേട്ടന് ദോശ ഓംപ്ലേറ്റൊക്കെ കഴിച്ചിട്ട് ആയുഷും കുറച്ച് കഴിച്ചായിരുന്നു. അവിടെയാണെങ്കിൽ ഭയങ്കര ബ്ലോക്കായിരുന്നു, അവിടെ നിറച്ച് വണ്ടികളൊക്കെ ആയിരുന്നു. തിരിച്ച് ബ്ലോക്കിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് വന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ സന്ധ്യയ്ക്ക് മുമ്പേ 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ വീട്ടിലെത്തി കേട്ടോ. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇത് എഡിറ്റ് ചെയ്ത് ഇടണത്. ഇന്ന് തന്നെ എനിക്ക് വീഡിയോ ഇടണമെന്ന് തോന്നി, അതുകൊണ്ട് ഇട്ടതാണ്. ഇത് എൻ്റെ വീട്ടിലോട്ട് വരണ വഴിയാണ് കേട്ടോ നമ്മളിപ്പോൾ താമസിക്കണം. ആരും കാണിക്കാനൊന്നും പറഞ്ഞൊന്നുമില്ല, എൻ്റെ ഒരു മൈൻഡ് പോലെയാണ് ഓരോ വീഡിയോ ഞാൻ എടുക്കുന്നത്. ഇത് ഉള്ളിലോട്ടുള്ള വഴിയാണ് കേട്ടോ, ഭയങ്കര മെയിൻ റോഡൊന്നുമല്ല, ഉള്ളിലോട്ടുള്ള വഴിയാണ്. റോഡൊക്കെ കൊള്ളാം, കുഴപ്പമില്ല. ഇതാണ് കേട്ടോ വഴി. ഇനി ഇവിടെ നിന്ന് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് വന്ന ഒരു കുത്തിറക്കമുണ്ട്, ഇതാണ്ട് ഈ വലത്തോട്ട്, ആ വഴി നേരെ അങ്ങോട്ട് പോകണം. ഇത് നല്ല ഇറക്കമാണ് കേട്ടോ. എനിക്ക് ഈ ഇറക്കം എനിക്ക് വണ്ടി ഓടിച്ചിട്ട് തന്നെ കുറച്ച് പേടിയാണ്, എന്നാലും ഞാൻ കൊണ്ട് വരും. പതുക്കെയാണെങ്കിൽ ഇഴഞ്ഞാണെങ്കിൽ വരും. ഈ നേരെ പോണതാണ് കേട്ടോ നമ്മളെ വീട്. ഇതോ ആ ഓടിട്ടത്, ഇവിടെ നിന്ന് വലത്തോട്ട് ഞാൻ ആ മുക്കിൽ ചെന്ന് നിന്നാണ് വീഡിയോ എടുക്കുന്നത്.
ദാ ഈ കാറ് കിടക്കണില്ലേ ഈ ഓടിട്ട വീട്ടിലാണ് കേട്ടോ നമ്മൾ താമസിക്കുന്നത്. ഇവിടെ നിന്ന് ഇടത്തോട്ട് വീടെത്തി, ഇത്രയേ ഉള്ളൂ. അവിടെ കിടന്ന പട്ടീനെയൊക്കെ ഓട്ടിച്ച് നമ്മൾ വണ്ടിയിൽ വെച്ച് പിന്നെ വീട്ടിനകത്ത് കയറി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ഓക്കെ, ബൈ ബൈ, ടാറ്റ.